മല പോലെ കൂട്ടിയിട്ടേക്കണ വലയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതെ, നമ്മുടെ ഡീപ് സീ ബോട്ടിനകത്ത് വല മൊത്തം പിരിഞ്ഞു വന്നിട്ട് ഏകദേശം 2-3 മണിക്കൂർ എടുത്ത് ഇത് ബോട്ടിലേക്ക് കയറ്റാനിട്ട. അപ്പൊ അതെ, വല കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിൽ കിടന്നുറങ്ങണ ഞൻപനെ നോക്കി. പല സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരെ നമ്മളുണ്ട്. കടലിലെ ബോയുടെ മുകളിൽ ഇങ്ങനെ കിടക്കാനായിട്ട് ഇവന് മാത്രമേ പറ്റുള്ളൂ. സുഖസുന്ദരമായിട്ട് സുഖനിദ്രയെ കിടക്കണ നൻപനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നൻപ അതെ അങ്ങോട്ട് നോക്കി മുറ്റത്തൊരു മൈനി എന്ന് പറയുന്ന പോലെ ഒരു തിമ്മിങ്കിൽ അവിടെ നിന്ന് വാട്ടർ സ്പ്ലാഷ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടാ. 1-2 തവണ പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളം ചീറ്റിച്ചെങ്കിലും നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്കൊന്നും വരില്ല. അതങ്ങനെ വരില്ല, ഉപദ്രവകാരിയല്ലട്ടാ. പിന്നെ അറിയാണ്ട് വിളിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുപോയപ്പെട്ടാണ്, അത്രേ ഉള്ളൂ. മുകളിൽ നിന്ന് കാണാൻ നേരത്ത് അധികം തോന്നിക്കില്ലെങ്കിലും അടിയിലേക്ക് നോക്കാൻ നേരത്ത് ഇഷ്ടം പോലെ വലതേ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒന്നില്ലെങ്കിൽ നീരോട്ടം കൊണ്ട്, എല്ലാന്നുണ്ടെങ്കിൽ ഒരു തെരണ്ടിലേക്ക് കയറിയിരുന്ന് അത് വന്നിങ്ങനെ ചുറ്റിച്ച് കളഞ്ഞായിരിക്കോട്ടെ. എന്തായാലും ഒരു 2-3 മണിക്കൂറത്തെ കഷ്ടപ്പാടിനുള്ളിൽ വല പൊക്കി ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറ്റി. വെള്ളം അത്ര വിസിബിൾ അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരു സെറ്റ് വല, അതായത് ഏകദേശം 1.5 നോട്ടിക്കലോളം നീളം ഉണ്ടാവും. വെയിറ്റ് കരയെ കിടക്കുന്ന സമയത്ത് 1 ടണ്ണിന് മേളിലുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെറ്റ് വലയാണ് നമ്മുടെ ബോട്ടിൽ ഒരു ചെറിയ തെരണ്ടി കയറിയിട്ടാണ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ നീരോട്ടം കൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ചുറ്റി കറങ്ങിപ്പോയിട്ട് വലിച്ചു പൊക്കി ഉണ്ടാകാണ്.